നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഗോഡൌണിലെ റേഷൻ തട്ടിപ്പ്, തിങ്കളാഴ്ച കോൺഗ്രസ് BJP പ്രതിഷേധം. മദ്രസ, മുഅല്ലിം, ഖത്തീബ് എന്നിവർക്ക് ഓൺലൈനിലൂടെ ഒരു വർഷത്തെ പഠനം പൂർത്തിയായവർക്ക് സന്നദ്ധാനം നടത്തി. തിരൂരങ്ങാടിയിൽ വ്യാജ RC നിർമ്മാണം, 3 പേർ റിമാൻഡ്. ആനവണ്ടിയെ പ്രണയിച്ച പൊന്നാനിക്കാരൻ, 2 മിനിയേച്ചർ KSRTC സ്വന്തമാക്കി അരവിന്ദ്. പറവണ്ണ സ്വദേശിയായ 22-കാരനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. സംഘടനയെ ശക്തിപ്പെടുത്തുക, കൺവെൻഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകൾ. കടുങ്ങാത്തുകുണ്ട് സിവിൽ സപ്ലൈസ് ഗോഡൌണിലെ ഭക്ഷ്യധാന്യങ്ങൾ മറിച്ചുവിറ്റ സംഭവം അന്വേഷണം ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ BJP മാർച്ചും വൈകിട്ട് 3 മണിയോടെ കോൺഗ്രസ് പ്രവർത്തകർ കടുങ്ങാത്തുകുണ്ടിൽ പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിക്കും. 2023 2024 മാർച്ച് 31 വരെയുമുള്ള സ്റ്റോക്ക് തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസറും സപ്ലൈകോ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗവും ചേർന്ന് പരിശോധിച്ചപ്പോഴാണ് സ്റ്റോക്കിൽ കുറവ് കണ്ടത്. തുടർന്ന് സപ്ലൈകോ തിരൂർ ഡിപ്പോ മാനേജർ AM ദീപ വിവരം സപ്ലൈകോ പാലക്കാട് റീജിയണൽ ഡിപ്പോ മാനേജരെ അറിയിച്ചു. തുടർന്ന് മാനേജർ എറണാകുളം സപ്ലൈകോ ഇന്റേണൽ വിജിലൻസ് വിഭാഗത്തിന് പരാതി നൽകുകയും തിരൂർ സപ്ലൈകോ ഡിപ്പോ മാനേജർ AM ദീപ കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ജീവനക്കാരായ 8 പേർക്കെതിരെയാണ് പരാതി. ഇതുപ്രകാരം കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു. തുടർന്ന് താനൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിൽ SIമാരായ സന്തോഷ്, ദാസൻ എന്നിവർ ചേർന്ന് ഡിപ്പോയിൽ പരിശോധന നടത്തിയെങ്കിലും ഏത് സമയത്താണ് ഭക്ഷ്യധാന്യങ്ങൾ കടത്തിക്കൊണ്ടുപോയതെന്ന് യാതൊരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ BJP മാർച്ച് സംഘടിപ്പിക്കും. വൈകിട്ട് കോൺഗ്രസ് പ്രവർത്തകർ കടുങ്ങാത്തുകുണ്ടിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. വെട്ടം ന്യൂസ്, തിരൂർ. ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ മൂലം ഇടയ്ക്ക് പഠനം പൂർത്തിയായ മദ്രസ, മുഅല്ലിം, ഖത്തീബ് എന്നിവർക്ക് ഓൺലൈനിലൂടെ ഒരു വർഷത്തെ പഠനം പൂർത്തിയായവർക്ക് സന്നദ്ധാനം നടത്തി. യൂനസ് ഹിഷാമി ഉദ്ഘാടനം ചെയ്തു. താനൂരിൽ മദ്രസ, മുഅല്ലിം, ഖത്തീബ് എന്നിവർക്ക് ഓൺലൈനിലൂടെ ഒരു വർഷത്തെ പഠനം പൂർത്തിയാക്കിയവർക്ക് സന്നദ്ധാനം നടത്തി. CPO സിദ്ദിഖ് അൽ-ഫാളിൽ ബക്കാഫി അധ്യക്ഷത വഹിച്ചു. ആദർശം എന്ന വിഷയത്തിൽ അധികരിച്ച മുസ്തഫ ഹിഷാമി അൽ ഗൈറാത്തി താനൂർ, പോയിന്റ് ഓഫ് ലീഡർഷിപ്പ് അധികരിച്ച നൌഫൽ നീലിഗിരി, സൈക്കോളജിയുടെ വിവിധ തലങ്ങളെ വിശദീകരിച്ചും സയ്യിദ് ഹുസൈൻ ഫാളിൽ ഹിഷാമി മദ്ഹബിന്റെ അനിവാര്യതയും ഉത്ഭവം വിശദീകരിച്ചുകൊണ്ട് CPO സിദ്ദിഖ് അൽ-ഫാളിൽ ബാഗവി ക്ലാസ് എടുത്തു. വൈകിട്ട് സ്ഥാനവസ്ത്രവും തലപ്പവും നൽകുകയും ശേഷം ബുർദ ആസ്വാദനവും ഹിഷാമിയ അലുമിനിയം കൂട്ടായ്മയ്ക്ക് രൂപ നൽകുകയും ചെയ്തു. സന്നദ്ധദാന സമ്മേളനത്തിൽ കോഴിക്കോട് ഗാളി നാസർ ഹയ്യ മുഖ്യപ്രഭാഷണം നടത്തി. വെട്ടം ന്യൂസ്, താനൂർ. തിരൂരങ്ങാടി സബ് RTO ഓഫീസിലെ വ്യാജ RC കേസിൽ അറസ്റ്റിലായ 3 പേരെയും റിമാൻഡ് ചെയ്തു. വ്യാജ RC നിർമ്മാണത്തിലെ പ്രധാന കണ്ണിയായ പരപ്പനങ്ങാടി ഉള്ളണം മുണ്ടിയാൻകാവ് സ്വദേശി കരുവാടത്ത് നിസാർ, മിനി സിവിൽ സ്റ്റേഷനടുത്തുള്ള ടാർജറ്റ് ഓൺലൈൻ ഷോപ്പ് ഉടമയും തിരൂരങ്ങാടി സ്വദേശിയും പെരുവള്ളൂർ കരുവാൻകല്ല് പാലൻതോട് താമസക്കാരനുമായ നഈം, പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി കോട്ടുവാലന്റെ പുറയ്ക്കൽ ഫൈജാസ് എന്നിവരെയാണ് പരപ്പനങ്ങാടി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. വ്യാജ RC നിർമ്മാണത്തിലെ മുഖ്യ കണ്ണിയായ നിസാറിന്റെ സഹായികളാണ് മറ്റു 2 പേരും. നിസാറിൽ നിന്നും വാഹനം പിടിച്ചെടുത്തു. ഇയാളുടെ മൊഴിപ്രകാരമാണ് നഈമിനെയും ഫൈജാസിനെയും അറസ്റ്റ് ചെയ്തത്. വ്യാജ RC നിർമ്മാണത്തിന് സഹായിച്ച നഈമിന്റെ ചെമ്മാട്ടെയും നിർമ്മാണത്തിന് സഹായിച്ച ഫൈജാസിന്റെ ചെട്ടിപ്പടിയിലെയും കടകൾ പോലീസ് അടച്ചുപൂട്ടി. വ്യാജ RC നിർമ്മാണത്തിനായി ഉപയോഗിച്ച 2 കമ്പ്യൂട്ടറുകളും
2 കമ്പ്യൂട്ടറുകളുടെ ഹാർഡ് ഡിസ്കുകളും സ്കാനറുകളും പ്രിന്റുകളും മറ്റു രേഖകളും RC വ്യാജമായി നിർമ്മിക്കാൻ ഉപയോഗിച്ച മറ്റു ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. നിസാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും RTO ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പങ്ക് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. സംഭവത്തിൽ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിൽ മാറ്റിയിട്ടുള്ളതായി സംശയിക്കുന്നതിനായി തിരൂരങ്ങാടി SHO KT ശ്രീനിവാസൻ പറഞ്ഞു. കഴിഞ്ഞ മാസം 24-നാണ് തിരൂരങ്ങാടി ജോയിന്റ് RTO CP സക്കറിയ പോലീസിൽ പരാതി നൽകിയിരുന്നത്. വ്യാജ RCക്കെതിരെ ഒരു വാഹനത്തിന്റെ ഉടമ പോലീസിൽ പരാതി നൽകാനൊരുങ്ങുന്നതറിഞ്ഞു തന്നെ സംശയിക്കാതിരിക്കാൻ ഓഫീസർ നേരത്തെ പരാതി നൽകുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പോലീസ് കേസെടുക്കാതിരിക്കാനും ഓഫീസിലെ ജീവനക്കാരെയും തന്നെയും സംരക്ഷിക്കുന്നതിന് ചർച്ചയിലൂടെ പരാതിക്കാരെ സ്വാധീനിക്കാനും ശ്രമങ്ങൾ നടന്നിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. ഈ കേസിൽ നേരത്തെ 6 വാഹനങ്ങൾ പിടികൂടുകയായിരുന്നു. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി. ബൈക്കിനോടും കാറിനോടും അങ്ങനെ നീളുന്നു മലയാളികളുടെ വണ്ടി ഭ്രാന്ത്. എന്നാൽ ഇവിടെ ഒരാൾ കൊതി കൂടി KSRTC ബസ് വാങ്ങാൻ ഇറങ്ങി തിരിച്ചു. കാണാം പൊന്നാനി സ്വദേശി അരവിന്ദന്റെ ആനവണ്ടി വിശേഷങ്ങൾ. പൊന്നാനി സ്വദേശി TV അരവിന്ദന്റെ KSRTC ബസ് യാത്ര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാലഘട്ടം മുതലേ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അരവിന്ദന്. ഇഷ്ടം കൂടി യാത്രകൾ മിക്കതും ആനവണ്ടിയിലായി. ഒടുവിൽ അദ്ദേഹം ഒരു KSRTC ബസ് വാങ്ങാൻ ഇറങ്ങിത്തിരിച്ചു. KSRTCയോട് എനിക്ക് വളരെ മുന്നത്തെ ചെറുപ്പം പോലെ തന്നെ അതിനുമില്ലാത്തൊരു ആരാധനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു വലിയൊരു ഇഷ്ടമായിരുന്നു വണ്ടി കാണാൻ നോക്കി നിൽക്കാറുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ അതിൽ ആ കാലത്ത് ഇപ്പോഴും അതെ കൂടുതൽ ഞാൻ അതിൽ യാത്ര ചെയ്യാറില്ല. അതൊരു എവിടെ പോകുമ്പോഴേ അപ്പോൾ ഇവിടുന്ന് പൊന്നാനി പോകുന്ന പുറപ്പെടുന്ന ബസ് ഇല്ലെങ്കിൽ ഇവിടുന്ന് എടപ്പാട് പോയി അവിടുന്ന് ഞാൻ തൃശ്ശൂർ കോഴിക്കോട് പോകണമെന്ന് ആ KSRTCയിൽ കയറുള്ളൂ. അതിൽ യാത്ര ചെയ്യാൻ സുഖമാണ്. ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഞാനെനിക്ക് ഇപ്പോൾ അരവിന്ദന്റെ കയ്യിൽ സ്വന്തമായി 2 മിനിയേച്ചർ KSRTC ഉണ്ട്. അതുപോലെ പിന്നെ ഞാൻ യൂട്യൂബിൽ പോലെ കണ്ടിട്ട് മിനിയേച്ചർ ഇതിൻ്റെ ബസ്സിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന ഒരാൾ കണ്ടു. അവർ കോട്ടയത്താണ്. കോട്ടയം ജില്ലയിൽ ഏഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയാണ് ശ്യാം തന്നെ. അവരെ വിളിച്ചു. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട് കൂടിയിട്ട് അവരെ വീട്ടിൽ പോയി. ഇത്രയും ദൂരത്ത് ഞങ്ങൾ പോയി. അവിടെ പോയി അവനെ വീടൊക്കെ അന്വേഷിച്ച് പിടിച്ച് അവരോട് ഇവർ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർക്ക് അവരുടെ അച്ഛനമ്മയ്ക്ക് ഭയങ്കര അതിശയം. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നല്ലേ, മലപ്പുറത്ത് നിന്ന് ഇത്രയും ദൂരത്തിന് വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ അത്രത്തോളം താല്പര്യം കൊണ്ട് വന്നിട്ട് അങ്ങനെ അവരൊക്കെ. KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികളിൽ അധികവും. ഒരു പ്രാവശ്യം കയറിയാൽ വീണ്ടും യാത്ര ചെയ്യാൻ തോന്നിപ്പിക്കുന്ന ഒരു വാഹനം. അതുകൊണ്ട് തന്നെ മലയാളികൾ അതിനെ ഇഷ്ടത്തോടെ ആനവണ്ടി എന്ന് വിളിച്ചു. ആനവണ്ടി കഥകളും പാട്ടുകളും എല്ലാം ഇഷ്ടക്കൂടുതൽ കൊണ്ട് കേരളത്തിൽ പിറവി കൊണ്ടു. യാത്രാപ്രേമികൾ കേരളത്തിന്റെ ആനവണ്ടിയെയും പ്രണയിച്ചു. വെട്ടം ന്യൂസ്, പൊന്നാനി. നിരവധി വധശ്രമ കേസിലും കവർച്ചാ കേസുകളിലും പ്രതിയായ പറവണ്ണ സ്വദേശി മരക്കാരുകണ്ടി റഹീഫിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. പ്രതിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ IPS സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ജില്ലാ കളക്ടർ VR വിനോദ് IAS ആണ് കരുതൽ തടങ്കൽ ഉത്തരവിറക്കിയത്. തീരദേശത്തെ നിരവധി അക്രമക്കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഇയാൾ. പറവണ്ണ സ്വദേശിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കേസിലും റിമാൻഡ് കാലാവധി കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. ഇൻസ്പെക്ടർ MK രമേശ്, SI സുജിത്, RP സീനിയർ, SI സുജിത് RP, സീനിയർ CPO ഷിജിത്ത്, KK ധനേഷ്, CPO പ്രസാദ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. തവനൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൂത്ത് തലങ്ങളിൽ നിന്നും പ്രതിനിധികളെ സംഘടിപ്പിച്ച് സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിച്ച കൺവെൻഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. തൃപ്രങ്ങോട് ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വൈശാഖ് തൃപ്രങ്ങോട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഭിൻ വർക്കി, OJ ജനീഷ്, ഹരിത ബാബു, അനുദാജ്, ജില്ലാ പ്രസിഡന്റ് ആരിസ് മുദോർ, TM മനീഷ്, DCC പ്രസിഡന്റ്
VS ജോയ്, KPCC മെമ്പർ AM രോഹിത്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നസറുള്ള, TP മുഹമ്മദ്, EP രാജീവ് തുടങ്ങിയ നേതാക്കന്മാർ പങ്കെടുത്ത് സംസാരിച്ചു. വെട്ടം ന്യൂസ്, തൃപ്രങ്ങോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.